ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ എന്റെ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും നിസ്തുലനായ യേശുക്രിസ്തുവിന്റെ വന്യനാമത്തിൽ എന്റെ സ്നേഹ വന്ദനങ്ങൾ. കർത്താവ് അനുവദിച്ചാൽ നാളെ മുതൽ ദൈവം പ്രാപ്തിപ്പെടുന്ന പോലെ എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് ശേഷം നമ്മുടെ സഭാഹോളുകളിൽ നൽകപ്പെടുന്ന വചന ശുശ്രൂഷയുടെ ഒരു ഭാഗമായി എല്ലാ ഞായറാഴ്ചകളിലും ഒരു ദൈവവചന ശുശ്രൂഷ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിരുന്ന ഫേസ്ബുക്ക് ടൈംലൈനിലൂടെ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലേക്ക് ഇന്ന് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ സന്ദേശം ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു സന്ദേശമാണ്. BC 602 597 ഇടയിൽ ഇസ്രായേൽ ജനത്തിന്റെ ബാബിലോന്യ പ്രവാസത്തിന് തൊട്ടു മുമ്പ് ഇരമ്യാവിന്റെ സമകാലികനായി ഇസ്രായേൽ പ്രദേശത്ത് ദൈവത്തിന്റെ അരുളപ്പാടിനെ അറിയിച്ച അനുഗ്രഹീതനായ ഒരു പ്രവാചകനാണ് ഹബക്കൂക്ക്. ഈ ഹബക്കൂക്കിന്റെ പ്രവാചക പുസ്തകത്തിന് 3 അധ്യായങ്ങളാണുള്ളത്. അധ്യായങ്ങൾ വളരെ ചെറുതും പുസ്തകം അതിന്റെ രൂപത്തിൽ ഭാവത്തിൽ വളരെ ചെറുതുമാണെങ്കിലും അതിലെ സന്ദേശം വളരെ കനതരവും ഏത് കാലത്തും ജീവിക്കുന്ന ദൈവജനത്തിന് വിചിന്തനത്തിനും ആലോചനയ്ക്കും ദൈവത്തെ ഭയപ്പെടേണ്ടതിനും ദൈവികമായ കാര്യപരിപാടിയുടെ രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും നമ്മെ അത്യന്തം സഹായിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വചന ഭാഗമാണ്. ഇതിന്റെ ആദ്യ ഭാഗത്ത് പ്രവാചകൻ 1-ാം അധ്യായത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ യഹോവയെ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും, സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതെ ഇരിക്കുകയും ചെയ്യും. ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് പ്രവാചകൻ ഇവിടെ തന്നെ സന്ദേശം സമാരംഭിക്കുന്നത്. ഈ പ്രവാചക പുസ്തകത്തിലെ 3 അധ്യായങ്ങൾക്ക് 3 വിഷയ വിഭജനമാണ് ഞാൻ നൽകിയിട്ടുള്ളത്. 1-ാം അധ്യായം ദി പ്രൊഫറ്റ് വാസ് വറിയിങ് ആൻഡ് വണ്ടറിങ്, പ്രവാചകൻ ആകുലപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്യുന്നു. അവിടെ അദ്ദേഹം ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു ആവലാതി, ഗോഡ് ഈസ് ഇൻഡിഫറന്റ്, ദൈവം വാത്സല്യമില്ലാത്തവനാണ് എന്നാണ്. 2-ാം അധ്യായത്തിൽ ദി പ്രൊഫറ്റ് വാസ് വാച്ചിങ് ആൻഡ് വെയിറ്റിംഗ്, കാവൽ ചെയ്യുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു. അവിടെ അദ്ദേഹം പറഞ്ഞു ഗോഡ് ഈസ് ഇനാക്റ്റീവ്, ദൈവം പ്രവർത്തിക്കുന്നവനല്ല. 3-ാം അധ്യായത്തിൽ ദി പ്രൊഫറ്റ് വാസ് വിറ്റ്നസിംഗ് ആൻഡ് വർഷിപ്പിംഗ്, അവിടെ അദ്ദേഹം ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് ദൈവം ഇൻകോൺസിസ്റ്റന്റ് എന്നാണ്. ഗോഡ് ഈസ് ഇൻഡിഫറന്റ്, ഗോഡ് ഈസ് ഇനാക്റ്റീവ് ആൻഡ് ഗോഡ് ഈസ് ഇൻകൺസിസ്റ്റന്റ്. ഈ 3 അധ്യായങ്ങൾ കൂടി പ്രവാചകന് ഇങ്ങനെ തോന്നാനുണ്ടായ ഒരു കാരണം, ദൈവം ഇസ്രായേലിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് വന്ന് ഇസ്രായേൽ ദേശത്തെ വിശാലമായി തടവെടുത്ത് അതിൽ നട്ട് അതിന് വെള്ളവും വളവും കൊടുത്ത് പന്തലിട്ട് കാവൽക്കാരെ ഏൽപ്പിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷ ചെയ്തു പോന്ന ഒരു മുന്തിരിവള്ളിയോട് ഇസ്രായേൽ ജനത്തെ അദ്ദേഹം ഉപമിക്കുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ പരിരക്ഷയിൽ ദൈവം ശുശ്രൂഷ ചെയ്ത ഈ മുന്തിരിവള്ളി അതിനെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്നിട്ട് വേരോടെ പറിച്ചുകൊണ്ട് ബാബേൽ സംസ്ഥാനത്തേക്ക് പോകാനായി ശ്രമിക്കുന്നു. ഈ കാഴ്ച ഒരു നിലയിലും പ്രവാചകന് അങ്ങോട്ട് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറയുകയാണ്, ഞാൻ എത്രത്തോളം അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും, ഞാൻ എത്രത്തോളം എന്റെ സാഹസ നിമിത്തം എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതെ ഇരിക്കുകയും ചെയ്യും. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെ ഈ രാജ്യത്തിന് നേരെ ദൈവം പറഞ്ഞുവിടുന്നതിന് 2 അതിപ്രധാനമായ കാരണങ്ങളാണുള്ളത്. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു, എന്റെ ജനം 2 ദോഷം ചെയ്തു. അവർ ജീവജലത്തിന്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. തങ്ങളെ നടത്തിയ നാഥനായ ഇസ്രായേലിന്റെ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പരസംഗം, വിഗ്രഹാരാധന എന്നിങ്ങനെ ഭയാനകമായ 2 കൊടും പാപങ്ങളിൽ ഈ ജനം അകപ്പെടുകയും നിരന്തരമായി തന്റെ
ദാസന്മാരായ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് അവരോട് ഇതേ സംബന്ധിച്ച് ദൈവം സംസാരിക്കുകയും ചെയ്തിട്ടും ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുവാനോ ദൈവത്തിലേക്ക് വഴിതിരിയുവാനോ മനസ്സില്ലാതെ മത്സരികളായി വിഗ്രഹാരാധനയിലും പരസംഗത്തിലും ആണ്ടിരുന്ന ഒരു ജനത്തെ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അവരെ ബാലശിക്ഷ കഴിച്ച് ശുദ്ധീകരിച്ച് മടക്കി കൊണ്ടുവന്ന് ആ ജനതയിലൂടെ ദൈവം ലോകത്തിന് വാഗ്ദത്തം ചെയ്ത ലോകരക്ഷിതമായ യേശുക്രിസ്തുവിന് വഴിയൊരുക്കുക എന്നുള്ള ദൈവിക പദ്ധതിയുടെ മാർമികമായ കർമ്മപരിപാടിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ പ്രവാചകന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം ദൈവം അത്രമാത്രം സ്നേഹിച്ച ഈ ജനത്തെ എങ്ങനെ ദൈവം ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് തകർത്ത് കളയും എന്നുള്ളതാണ്. ഇത് കണ്ട് അദ്ദേഹം ആകുലപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്യാൻ തുടങ്ങി. ദൈവത്തിന് പണ്ടത്തെ പോലെ തന്നെ ജനത്തോട് സ്നേഹമില്ല എന്നൊരു പരാതി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരിക്കലും അഴിവില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ നിത്യമാം സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്നാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ ജനം വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോവുകയും വചനവിരുദ്ധമാകുന്ന ജീവിതശൈലികൾ പുരോഗമിക്കുകയും ദൈവത്തിന്റെ ദാസന്മാരിൽ കൂടെ ദൈവം നൽകുന്ന ദൈവത്തിന്റെ ആ ഭയനിർദ്ദേശം അവർ കൈക്കൊള്ളാതിരിക്കുകയും ചെയ്താൽ അവരെ മടക്കി വരുത്തുക, ശുദ്ധീകരിക്കുക എന്നുള്ള ദൈവിക ദൌത്യത്തിൽ ദൈവം ഒരുപക്ഷെങ്കിൽ ബാബേൽ രാജാവിന്റെ കയ്യിൽ അവരെ ഏൽപ്പിച്ചു കളയും. ബാലശിക്ഷയിലൂടെ ജനത്തെ ശുദ്ധീകരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇങ്ങനെ താൻ ആകുലപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്ത സമയത്ത് 2-ാം അധ്യായത്തിൽ ദൈവം പ്രവാചകനോട് പറഞ്ഞു, നീ കാവൽ മാടത്തിൽ കയറി യഹോവയായ ദൈവം നിന്നോട് എന്തല്ല ചെയ്യും എന്നറിയുന്നതിന് അവിടെ കാത്തിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2-ാം അധ്യായത്തിൽ ഹി വാസ് വാച്ചിങ് ആൻഡ് വെയിറ്റിംഗ്. അവനങ്ങനെ കാവൽ മാടത്തിൽ കാത്തിരിക്കുമ്പോൾ ദൈവം താൻ തന്നെ അവനോട് ഒരു ഉത്തരവ് പറഞ്ഞു. അതിങ്ങനെയാണ്, പ്രവചനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് താമസിച്ചാലും നിശ്ചയമായും വരും, വരാതിരിക്കുകയില്ല. ഗോഡ് ഹാസ് സെറ്റ് എ ടൈം ഫോർ ദ പ്രൊഫസി. ആ പ്രവചനം നിശ്ചയമായും അതിന്റെ സമയത്ത് വരികയും ആ പ്രവചനം നിവർത്തിക്കപ്പെടുകയും ചെയ്യും എന്ന് ദൈവം പ്രവാചകൻ മുഖാന്തരം അവിടെ ജനത്തെ അറിയിച്ചു. അവിടെയാണ് വാച്ചിങ് ആൻഡ് വെയിറ്റിംഗ്, കാവൽ ചെയ്യുകയും കാത്തിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നു. യഹോവയിൽ കാത്തിരുന്ന പ്രവാചകന് ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ആ പ്രവചനത്തിൽ ഒരു കാര്യം ദൈവം അവനോട് പറഞ്ഞു. ദൈവം പ്രവർത്തിക്കുന്നില്ല, തന്റെ ജനത്തെക്കുറിച്ച് ബോധവാനല്ല, ദൈവം ഇപ്പോൾ നിസ്സംഗതനാണ് എന്ന് ചിന്തിച്ച് ദൈവത്തെക്കുറിച്ച് അവൻ സംശയിച്ചിരിക്കുമ്പോൾ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ ഒരു പലകയെടുത്ത് അതിന്മേൽ തെളിവായി എഴുതണം. ഓടിപ്പോകുന്നവൻ തെളിവായി വായിക്കത്തക്കവണ്ണം അത് വലിയ അക്ഷരത്തിൽ എഴുതാൻ പറഞ്ഞു. എന്താണ് എഴുതുന്നത്? ബാബേൽ രാജാവ് ജനത്തെ വന്ന് ആക്രമിച്ച് അവരെ പിടിച്ചുകൊണ്ട് ബാബേലിലേക്ക് പോകുമ്പോൾ നിന്ന് വായിക്കാൻ സമയമില്ല, ഈ പലക വായിക്കണം. എന്താണ്? ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുകൊണ്ട് എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെടുന്നു? എന്തുകൊണ്ട് ഇത്ര വർഷങ്ങളായി ഞാൻ ദൈവസ്ഥലിൽ നിലവിളിക്കുന്ന എന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകുന്നില്ല? എന്തുകൊണ്ട് എന്റെ രോഗത്തിനൊരു ശമനമുണ്ടാകുന്നില്ല? എന്തുകൊണ്ട് എന്നോടുള്ള ശത്രുതയ്ക്ക് മാറ്റം വരുന്നില്ല? എന്തുകൊണ്ട് എന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു അഴിവുണ്ടാകുന്നില്ല? എന്തുകൊണ്ട് ദൈവം എന്റെ ശബ്ദം കേൾക്കാതെയും ദൂരത്ത് മാറി നിൽക്കുന്നതും എന്താണ്? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വ്യാകുലപ്പെട്ടു പോകുന്ന, ദൈവം നമ്മുടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ചിന്തിച്ച് നിരാശപ്പെടുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ദൈവം തന്നെ പറയുകയാണ്, ഐ ഹാവ് സെറ്റ് എ ടൈം ഫോർ ദ ഫുൾഫിൽമെന്റ് ഓഫ് പ്രൊഫസി. പ്രവചനത്തിന് നിവൃത്തിക്കായി ഞാനൊരു സമയം വെച്ചിരിക്കുന്നു. അത് നിശ്ചയമായും വരും, താമസിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇപ്പോഴും എപ്പോഴും തന്നെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവനാകുന്നു എന്നാണ്. ദൈവം ഇനാക്റ്റീവ് അല്ല. എന്താണ് ഹോശിയ പ്രവാചക പുസ്തകത്തിൽ വായിക്കുന്നത്? ഇസ്രായേലെ, നിന്റെ ദൈവമായ യഹോവ അനന്യൻ, അവന് മാറ്റമില്ലാത്തവരാകുന്നു. ആകയാൽ യാക്കോബിന്റെ സന്തതികളെ നിങ്ങൾ മുടിഞ്ഞു പോകുന്നില്ല. എബ്രായ ലേഖനം 13:8 വായിക്കുന്നത്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെയാണ്. മാറ്റമില്ലാത്ത ഒരു ദൈവം ഇമ്മാനുവേലായി നമ്മോടുകൂടെ ജീവിത സാഹചര്യങ്ങളുണ്ട്. 23-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അതിന്റെ 4-ാം വാക്യത്തിൽ, ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദി ഷാഡോ ഓഫ് ഡെത്ത് ഐ ഷാൽ നോട്ട് ഫിയർ എനി ഈവിൾ. ഞാൻ മരണനിഴൽ താഴിൽ കൂടെ കടക്കേണ്ടി വന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എന്താണ് കാരണം?
നിന്റെ വടിയും കോലും എന്നോടുകൂടെ ഉണ്ട്, അതെന്നെ ആശ്വസിപ്പിക്കും. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ദീർഘിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു 15 മിനിറ്റ് മാത്രമുള്ള മെസ്സേജ്. 2-ാം അധ്യായത്തിൽ പ്രവാചകൻ അവൻ കാവൽ ചെയ്യുകയും കാത്തിരിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്ന് വ്യക്തമായിരിക്കുന്ന ഒരു മറുപടി ലഭിച്ചു. ദൈവം നിർണയിച്ചത് അങ്ങനെ തന്നെ സംഭവിക്കും. ഇസ്രായേൽ ബാബേൽ പ്രവാസത്തിലേക്ക് പോകും. റോമർ 8:28 വായിക്കുന്ന പോലെ നാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ ഒരു വാക്കോടെ ദൈവം പ്രവാചകൻ പറഞ്ഞു, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോസ്തലനായ പൗലോസ് പിന്നീട് ഈ വചനഭാഗം പുതിയ നിയമത്തിലെ അദ്ദേഹത്തിന്റെ റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും എബ്രായലേഖനത്തിലുമായി അത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ജീവിത സാഹചര്യങ്ങൾ ജീവിത തോണിയെ മറിച്ചു കളയുന്നു, മുക്കിക്കളയുന്നു എന്ന് ചിന്തിച്ച് സകല ആശയും നഷ്ടപ്പെട്ടു പോയ ജീവിത സാഹചര്യങ്ങളിലും നീതിമാന് യഹോവയിൽ ഒരു ആശ്രയമുണ്ട്, ഒരു സുരക്ഷിതമുണ്ട് എന്ന് ഈ വചനഭാഗം പറയുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവിക കാര്യപരിപാടിയുടെ രഹസ്യം പ്രവാചകന് മനസ്സിലായി. ഇസ്രായേലിനെ ബാബേലിലേക്ക് കൊണ്ടുപോകുന്ന നശിപ്പിക്കാനല്ല, ശുദ്ധീകരിച്ച് മടക്കിക്കൊണ്ടുവരുവാനാണ് എന്ന് പ്രവാചകന് ബോധ്യപ്പെട്ടു. അദ്ദേഹം എന്ത് ചെയ്തു? ദൈവമുമ്പാകെ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് മനോഹരമായൊരു സ്തുതിഗീതം പാടിക്കൊണ്ട് ആ 3-ാം അധ്യായം ഒരു ഗാനമാണ്, പദ്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. ആ 3-ാം അധ്യായത്തിൽ അദ്ദേഹം ദൈവസന്നിധിയിൽ കർത്താവിനെ സാക്ഷിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് വ്യക്തമായി നാം മനസ്സിലാക്കി കഴിയുമ്പോൾ നാം ദൈവസ്ഥലത്ത് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അവനെ ആരാധിക്കുകയും അവനെ സാക്ഷിക്കുകയും ചെയ്യും. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാം. 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടുപോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. റിവൈവ് us, O Lord, before the years are lapsed by. ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഒന്നാമത് അദ്ദേഹം ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സാക്ഷിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, റിവൈവ് us, ഞങ്ങളെ ജീവിപ്പിക്കുക. ആസാഫിന്റെ മറ്റൊരു സംഖ്യയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ജലമെങ്ങും ചെല്ലുമിടത്തിൽ പ്രാണികൾ ചലിക്കുമാറാകും. ഈ നാളുകളിൽ എനിക്ക് നിങ്ങൾക്കും ആവശ്യമായത് ഒരു റിവൈവലാണ്, ഒരു ആത്മീകമായ ഉയർത്തെഴുന്നേൽപ്പാണ്, ഒരു ഉണർവാണ്. രണ്ടാമത് അതിന്റെ 16-ാം വാക്യം അവിടെ നാം വായിക്കുന്നു, അവൻ ജനത്തെ ആക്രമിക്കുവാൻ പുറപ്പെടുമ്പോൾ കഷ്ടദിവസത്തിൽ ഞാൻ വിശ്രമിച്ചിരിക്കേണ്ടതുകൊണ്ട് എന്റെ അസ്ഥികൾക്ക് ഒരുക്കം തട്ടി. റെസ്റ്റ്, കഷ്ടദിവസത്തിൽ വിശ്രമിക്കുക. എവിടെയാണ് വിശ്രാമം? യഹോവയാം യാഹിൽ. യെശയ്യാ പ്രവാചകൻ പറയുന്നു, യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതുകൊണ്ട് എന്നേക്കും അവനിൽ ആശ്രയിക്കും. മൂന്നാമത് അദ്ദേഹം പറയുന്നു 16-ാം വാക്യം, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ആനന്ദിക്കും. റിജോയ്സ്, റിവൈവ്, റെസ്റ്റ് ആൻഡ് റിജോയ്സ്. ഇവിടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലികൾ കന്നുകാലികൾ ഇല്ലാതെയാകും, എങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങൾ പറയുന്നു. ആകുലപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്ത പ്രവാചകൻ, ദൈവത്തിന് സ്നേഹമില്ലാതെ ദൈവത്തെ കുറ്റപ്പെടുത്തിയവൻ, കർത്താവിന്റെ കൽപ്പന പ്രകാരം കാവൽ മാടത്തിൽ കയറിയിരുന്ന് കാവൽ ചെയ്യുകയും കാത്തിരിക്കുകയും ചെയ്തവൻ, ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് പരാതിപ്പെട്ടവൻ, ദൈവിക പദ്ധതിയുടെ മർമ്മം മനസ്സിലാക്കിയപ്പോൾ അവൻ ദൈവസേനയിൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സാക്ഷിക്കുകയും ചെയ്തു. അവൻ 3 പ്രസ്താവന പറഞ്ഞു. 1, ദൈവമേ, ആണ്ടുകൾ കഴിയും മുമ്പേ ഞങ്ങളെ ജീവിപ്പിക്കണമേ. 2, കഷ്ടദിവസത്തിൽ എനിക്കൊരു വിശ്രാമമായി, ഒരു ഒളിവിടമായി അവർ തീരണമേ. 3, ജീവിതത്തിന്റെ എല്ലാം പ്രതികൂലമാകുമ്പോഴും കർത്താവ് സന്തോഷിപ്പാൻ എന്നെ സഹായിക്കണമേ. പ്രിയമുള്ളവരെ, ഈ ഞായറാഴ്ചയുടെ പുതുപുത്തൻ പ്രഭാതത്തിൽ നാം ദൈവത്തെ ആരാധിക്കുവാൻ കൂടി വന്നു. ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിച്ചു. തദന്തരമായി നാം ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുക. പ്രവാചകൻ പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ദൈവം, ഗോഡ് ഈസ് ഇൻഡിഫറന്റ്, ഗോഡ് ഈസ് ഇനാക്റ്റീവ് ആൻഡ് ഗോഡ് ഈസ് ഇൻകൺസിസ്റ്റന്റ്.
അതുകൊണ്ട് അവൻ ആകുലപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തു. കാവൽ ചെയ്യുകയും കാത്തിരിക്കുകയും ചെയ്തു. ഒടുവിൽ അവൻ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സാക്ഷിക്കുകയും ചെയ്തു. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഇന്നത്തേതായിരിക്കില്ല നാളത്തെ ആയിരിക്കില്ല മറ്റൊരു ദിവസം. അത് മാറിക്കൊണ്ടിരിക്കും. സർക്കംസ്റ്റൻസസ് ഇൻ ദ ലൈഫ് ഓഫ് എ ക്രിസ്ത്യൻ ബിലീവർ ക്യാൻ ബി ചേഞ്ച്. എങ്കിലും ദൈവം നമുക്ക് നല്ല പ്രതീക്ഷയും പ്രത്യാശയും ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. മാറ്റമില്ലാത്ത ഈ ദൈവത്തിന്റെ വചനം ഹബക്കൂക്ക് പ്രവാചകൻ ആ ജനത്തെ അറിയിച്ചിട്ട് പറഞ്ഞു, എങ്കിലും എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതിനോട് ചേർന്ന് അപ്പോസ്തലൻ എബ്രായരിൽ ഒരു വാക്കോട് പറഞ്ഞു, പിന്മാറുന്നെങ്കിലോ അവന്റെ ഉള്ളത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവം ഭാവന ചെയ്തൊക്കെയും ജീവിതത്തിൽ സംഭവിക്കും. എന്നാൽ ഏത് പ്രതിസന്ധിയുടെയും നടുവിൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള പ്രതിധ്വനി വിശ്വാസ ജീവിതയാത്രയിൽ മുൻപോട്ട് തളരാതെ പോകുവാൻ നമ്മെ ബലപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ്. ഈ ചിന്തകളാൽ വരും ദിവസങ്ങളിൽ പ്രത്യാശയോടെ നമ്മുടെ ജീവിതയാത്ര നമുക്ക് തുടരുവാൻ ദൈവമായ കർത്താവ് ക്രിസ്തുവേശു മുഖാന്തരം നമ്മെ ഏവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടസുഹൃത്ത് സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുള്ള. താങ്ക് യു.